പറയുന്നത് 51-ാമത്തെ സങ്കീർത്തനം ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനമാണെന്ന് അതിൻ്റെ തലക്കെട്ടിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം, വിശേഷിച്ച് ആ സങ്കീർത്തനം എഴുതാനുണ്ടായ പശ്ചാത്തലം ആ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ദാവീദ് ബേത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത്. നമുക്കറിയാം ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു പാപത്തിൻ്റെ അനുഭവമാണ് ബേത്ശേബയോടുള്ള ബന്ധത്തിലുള്ള തൻ്റെ അനുഭവങ്ങൾ. ബേത്ശേബയെ മോഹിച്ചിട്ട് ആ മോഹം ഒരു കൊലപാതകത്തിലേക്ക് വരെയും എത്തപ്പെട്ടതായ ഒരു സംഭവം ദാവീദിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു കറ പോലെ നമുക്ക് കാണാൻ കഴിയുന്നതായ ഒരു സംഭവമാണ്. എന്നാൽ ഞാൻ മുമ്പൊരിക്കൽ ഓർപ്പിച്ചതുപോലെ ഈ മനുഷ്യൻ ദാവീദും ദൈവം മുമ്പാകെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പേര് പറയപ്പെട്ട, സാക്ഷീകരിക്കപ്പെട്ട വ്യക്തിയാണ്. വേദപുസ്തകത്തിൽ ചുരുക്കം ചിലർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളൂ. മോശ സൗമ്യനായ വ്യക്തിയാണെന്ന് പറയുന്നു. ദാനിയേലിനെ കുറിച്ച് പറയുന്നു. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദാവീദിനെക്കുറിച്ച് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ദാവീദ് ഒരു റേപ്പിസ്റ്റാണ് എന്നുള്ളത് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദൈവം തന്നെ നോക്കി പറയുന്നത് ഹീസ് മൈ ഓൺ ഹാർട്ട്. അങ്ങനെയെങ്കിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം മുമ്പാകെ തൻ്റെ ജീവിതത്തെ തന്നെ ടോട്ടലി കൺഫസ് ചെയ്യുന്ന, അല്ലെങ്കിൽ തൻ്റെ ജീവിതം ദൈവം മുമ്പാകെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് അനുതപിക്കുന്ന ഒരു ഹൃദയമുള്ള വ്യക്തിയായിരുന്നു ദാവീദ്. ദാവീദിൻ്റെ ജീവിത അനുഭവം നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു വസ്തുത, നമ്മുടെ ജീവിതത്തിലും പാപത്തിൻ്റെ ഏത് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും, പാപത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാനായിട്ട്, അതിനെ വെള്ള പോലെ ആക്കാനായിട്ട് ദൈവത്തിന് കഴിയും. ദൈവം മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ. ഇവിടെ ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ദാവീദ് അഭിഷേകം പ്രാപിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ദാവീദ് രാജാവായി അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി, രാജാവാകാനുള്ള നിയോഗം ലഭിച്ച ഒരു വ്യക്തി. ഈ നിയോഗം പ്രാപിച്ച ദാവീദിൻ്റെ ജീവിതത്തിലാണ് എന്തുണ്ടായത്? പാപം ഉണ്ടായത്. അപ്പോൾ പാപം എന്ന് പറയുന്നത് എപ്പോഴും ഏത് മനുഷ്യനെയും എന്തു ചെയ്യാം? കാർന്ന് പിടിക്കാം. പിശാചാണ് പാപത്തിൻ്റെ സൃഷ്ടിതാവ്. പാപം, പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്നതാണ് പാപം. ഈ പിശാച് നീ മോനെ പാപം ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മളോട് എന്ത് ചെയ്യത്തില്ല? പാപം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരികയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരും പാപം ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് പാപമാകട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ല പിശാച് നമ്മുടെ അടുക്കൽ പാപം കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം പോലും അതിനെ നോർമലൈസ് ചെയ്യത്തക്ക നിലയിൽ, ഇത് സാരമില്ല, ഇതൊന്നും പാപമല്ല എന്ന് തോന്നത്തക്ക നിലയിൽ നാം പോലും അറിയാതെയാണ് പാപം നമ്മളിൽ എന്ത് ചെയ്യുന്നത്? കടന്നുകൂടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിശാചിനറിയാം ഇതൊരു പാപമാണെന്നൊരു ലേബൽ ചെയ്ത് നമ്മുടെ ഈ തന്നാൽ നമ്മൾ ആരും എടുക്കത്തില്ലെന്നറിയാം. എന്നാൽ നാം പോലും അറിയാതെ പ്രൈസ് ദി ലോർഡ് പിശാച് നമ്മൾ ചെയ്യുന്ന വിഷയങ്ങളെ നോർമലൈസ് ചെയ്തിട്ട് പാപമാണോ എന്ന് പോലും തിരിച്ചറിയാതെ കഴിയാതെ യു ക്യാൻ ജസ്റ്റ് ഗെറ്റ് ഓവർ ഇറ്റ്. അതിനകത്തൂടെ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും. നോ വൺ വിൽ എവർ നോ അബൌട്ട് ഇറ്റ്. ആരും അത് അറിയാൻ പോകുന്നില്ലല്ലോ. ഒരു പാപം ചെയ്താൽ അത് ആരും അറിയത്തില്ലല്ലോ. ഇതാണ് പിശാച് നമ്മളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയും. ഇത് നിന്നെ ഒരു തരത്തിലും ബാധിക്കത്തില്ല, മറിച്ച് ഇത് മറ്റാരും അറിയുന്ന വിഷയവുമല്ലല്ലോ എന്ന് പറഞ്ഞ് പാപം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാം. ദാവീദിൻ്റെ ജീവിതത്തിലും ഇതുപോലെ പാപം കടന്നു വന്നുവെങ്കിലും ഇന്നത്തെ ദൈവവചന ചിന്ത നിങ്ങളോട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പാപം പേറിയ ദാവീദ് ഈ 51-ാം സങ്കീർത്തനം ചമയ്ക്കുവാനുള്ള കാരണം, നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിൻ്റെ ഉള്ള കാര്യം മുഖത്ത് നോക്കി പ്രവചിച്ച് പറഞ്ഞപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ തന്നെ ശുദ്ധീകരിക്കുന്ന, തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനം എന്താണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ
ഹൗ ടു കം ബാക്ക് വെൻ യു ആർ ഡൗൺ. പാപം ചെയ്ത് നാം ഹല്ലേലൂയ വീണ് കിടക്കുമ്പോൾ എങ്ങനെയാണ് മടങ്ങി വരാൻ കഴിയുന്നതെന്ന് ദാവീദ് നമുക്കൊരു ഒബ്ജക്റ്റീവ് ലെസനാണ്. ദാവീദ് നമുക്കൊരു ദൃഷ്ടാന്തമായി നിൽക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ ആർക്കും പറയാൻ കഴിയത്തില്ല ഞാൻ ഒരിക്കലും പരാജയപ്പെടത്തില്ലെന്ന്, ആർക്കും പറയാൻ കഴിയത്തില്ല ഞാൻ വീഴത്തില്ലെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലും പിറകോട്ട് പിന്മാറ്റത്തിൻ്റെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പാപത്തിൻ്റെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പാപത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മടങ്ങി വരാനായിട്ട് കഴിയും. 3 ചിന്തകൾ ഈ സങ്കീർത്തനത്തിലൂടെ ഓർപ്പിച്ച് തിരുവേശ ശുശ്രൂഷയിലേക്കൂടെ പ്രവേശിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ ഈ പാപത്തിൻ്റെ കപ്പാസിറ്റി, ദ കപ്പാസിറ്റി ഫോർ സിൻ ഇൻ ദ ബിലീവേഴ്സ് ലൈഫ്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ പാപത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു കപ്പാസിറ്റി, അതിൻ്റെ ഒരു വലുപ്പം എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഏത് വിശ്വാസിയെയും വേണമെങ്കിലും പാപം കൊണ്ട് എന്ത് ചെയ്യാം? മറിച്ചിടാം. ഇറ്റ് വിൽ ബി ഒരു നൈമിഷികമായൊരു നിമിഷം മതി ഏത് വിശ്വാസിയെപ്പോലും പാപത്താൽ എന്ത് ചെയ്യാം? വീഴ്ത്താനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ പറയാൻ കഴിയും, സാൽവേഷൻ സേവ്സ് ദ സിന്നർ. ഒരു രക്ഷാനിർണയം പ്രാപിക്കുമ്പോൾ ഒരു പാപിയെ എന്ത് ചെയ്യുന്നുണ്ട്? രക്ഷയിലൂടെ സ്വതന്ത്രമാക്കപ്പെടുന്നുണ്ട്, രക്ഷയിലൂടെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് അവേ ദി എബിലിറ്റി ടു ഡു സിൻ. ഒരു പാപിയെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് അത് വിശ്വസിക്കുന്ന ഒരുവൻ, അവൻ രക്ഷിക്കപ്പെടും, അവൻ രക്ഷ പ്രാപിക്കും, അവന് രക്ഷയുണ്ടാകുമെങ്കിലും അവൻ്റെ ഉള്ളിൽ പാപം ചെയ്യാനുള്ള ശേഷി എന്ത് ചെയ്യുന്നില്ല? അവനിൽ തന്നെ തുടരുന്നുണ്ട്. So the ability still continues to do sin. Praise the Lord. So salvation saves the sinner but does not take away the ability to do the sin. റോമാലേഖനത്തിലൊക്കെ 6-ാം അധ്യായത്തിൽ ഞാൻ ഈ വിഷയം ബൈബിൾ സ്റ്റഡിയുടെ ഭാഗത്ത് നിങ്ങളോട് നന്നായി സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഞാൻ പാപം ഒരിക്കലും എനിക്ക് ഏക്കത്തില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാപം ഒരിക്കലും എന്നെ തകർക്കത്തില്ല എന്ന് ഒരു വിശ്വാസിക്കും ക്ലെയിം ചെയ്യാനായിട്ട് കഴിയുകയില്ല. ഏത് മനുഷ്യനെയും പാപം കൊണ്ട് വഞ്ചിക്കപ്പെടാവുന്ന ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവകൃപയാലാണ് നാം നിലനിൽക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത്. പാപം ഏത് മനുഷ്യനെയും എപ്പം വേണമെങ്കിലും വീഴ്ത്താനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ പാപത്തിന് ഒരിക്കലും നമ്മൾ പകർന്നിരിക്കുന്ന രക്ഷയെ എടുത്ത് കളയാൻ കഴിയത്തില്ല. ക്രിസ്തു യേശുവിനാൽ നമ്മളിലേക്ക് പകർന്നിരിക്കുന്ന രക്ഷയെ പാപത്തിന് എടുത്തു മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയല്ലേ ദാവീദിന്റെ ജീവിതത്തിൽ അവന് മടങ്ങി വരാനുള്ള അവസരമുണ്ടായത്. എനിക്കും നിങ്ങൾക്കും രക്ഷിക്കപ്പെടുവാൻ അവസരമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ രക്ഷ ഒരിക്കലും ഈ പാപം കൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനെ ദൈവം വീണ്ടും രക്ഷിക്കും. അവൻ കരുണ കാണിക്കാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് പാപം ചെയ്യാനൊരു ലൈസൻസ് അല്ല, പാപത്തിൻ്റെ തീവ്രത എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ദാവീദ് അത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ദാവീദ് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പാപം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ബേർഷേബയുമായിട്ടുള്ള ബന്ധത്തിൽ താൻ ഈ പാപത്തിൽ വീണപ്പോൾ, ഈ ഭക്തനായ ദാവീദിൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസിയായിരുന്ന ദാവീദിനുണ്ടായ ചില കോൺസിക്വൻസസ്, അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ അതുമായിട്ട് ഒന്ന് തുലനം ചെയ്യാൻ, അല്ലെങ്കിൽ അതുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കാൻ എങ്ങനെ സാധിക്കുമെന്നതുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. സോ ദ സെക്കൻഡ് തിങ്, ദ കോൺസിക്വൻസസ് ഓഫ് ദ സിൻ ഫോർ ദ ബിലീവർ. ഒരു വിശ്വാസി പാപം ചെയ്താൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ്, ഒന്ന്, അവൻ മലിനമാക്കപ്പെട്ടു, അല്ലേ? ഒന്നാമത്തേത്, സിൻ സോയിൽസ് ദിസ് ബിലീവേഴ്സ്. അതിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, വായിച്ചാട്ടെ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാപം ഒരു വ്യക്തിയിൽ എന്താണ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ, അവൻ്റെ ജീവിതത്തിൽ അശുദ്ധി, മാലിന്യം അല്ലെങ്കിൽ മലിനത,
ജീവിതത്തിൽ അശുദ്ധിക്ക് കാരണമായി തീരുന്നത് ഏതെങ്കിലും അത് നമ്മുടെ ചിന്തയിലായിക്കൊള്ളട്ടെ, നമ്മുടേതായ ഇടപാടുകളിലായിക്കൊള്ളട്ടെ, എവിടെയെങ്കിലും വിശുദ്ധിക്ക് നിരക്കുന്നത് നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ സൂചനയാണ്? പാപം നമ്മളിൽ ക്രിയ ചെയ്യുന്നു എന്നതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ബേത്ശേബയുമായിട്ടുള്ള ബന്ധത്തിൽ ദാവീദിനുണ്ടായതായ വീഴ്ചയിൽ ദാവീദ് ഒരു കൊലപാതകവും ചെയ്ത് നാഥാൻ പ്രവാചകൻ ഇത് ദാവീദിനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ദാവീദ് ദൈവസ്ഥനിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ എന്നെ കഴുകണമേ, കാരണം പാപത്താൽ ഞാൻ മലിനപ്പെട്ടു, പാപത്താൽ എൻ്റെ ജീവിതത്തിൽ അശുദ്ധി ഉളവായി, പാപം എന്നിൽ എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്, അത് അശുദ്ധമായ മണ്ഡലത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. അപ്പോൾ ദാവീദ് ഒന്നാമത് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ പാപം എന്നെ അശുദ്ധനാക്കി, പാപം എന്നെ വിശുദ്ധിയിൽ നിന്ന് താഴെ വീഴ്ത്തി. രണ്ടാമത്തെ ഒരു കോൺസിക്വൻസ് ദാവീദ് പറയുന്നത് അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് വിശുദ്ധന്മാർക്ക്, ദൈവമക്കൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. ലോക മനുഷ്യർക്ക് പാപം ചെയ്തിട്ട് അയ്യോ ഇത് പാപമായി പോയെന്ന് അവർക്ക് തോന്നത്തില്ല. കാരണം ഹല്ലേലൂയ, ഒരു പാപിക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു അവിശ്വാസിക്ക് പാപം ചെയ്തിട്ട് ഇത് പാപമാണെന്ന് തിരിച്ചറിയാൻ തനിക്ക് കഴിയത്തില്ല. ആർക്കാണ് ഇത് പാപമാണ് ഒന്ന് ഉള്ളിൽ ബോധ്യം വരുത്തുന്നത്? അതൊരു വിശ്വാസിക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഇവിടെ ദാവീദ് ഇത്ര വലിയ കൊലപാതകമൊക്കെ ചെയ്തിട്ടും നാഥാൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ ദാവീദിൻ്റെ എല്ലാ ജീവിത സാഹചര്യത്തിലും ഈ പാപം തൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് വാസ് ഓൾവേസ് ഇൻ ഹിസ് മൈൻഡ്. തന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തന്നെ ഇങ്ങനെ എപ്പോഴും ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണപ്പെട്ട ഒരു അവിശ്വാസിയെ സംബന്ധിച്ചാണെങ്കിൽ അവന് ഒരു പാപം ചെയ്താൽ അത് പാപമാണെന്ന് തോന്നാതെ തന്നെ അവൻ്റെ ജീവിതം സാധാരണ നിലയിൽ മുന്നോട്ട് കഴിക്കും. എന്നാൽ ഒരു വിശ്വാസിക്ക് എന്താ സംഭവിക്കുന്നത്? അവൻ പാപം ചെയ്താൽ അതെപ്പോഴും അവൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പാപത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഇങ്ങനെ ഹല്ലേലൂയ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ദാവീദ് നോക്കിക്കേ, ദാവീദിന് കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ദാവീദിന് എങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റുന്നില്ല. ദാവീദ് പറയുകയാണ് ഹല്ലേലൂയ, താൻ പറയുന്ന എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. എവിടെ ചെന്നാലും എൻ്റെ മനസ്സിൽ ആ പാപം തെളിഞ്ഞു വരുന്നു. എവിടെ ആയിരുന്നാലും ആ പാപം എന്നെ വേട്ടയാടുന്നു. അതിൻ്റെ ഗിൽട്ട് എന്നെ എപ്പോഴും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പാപം വേട്ടയാടുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സുകളിൽ പാപത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ചില പ്രത്യേകതകൾ. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ഒന്നിനും ഒരു ഏകാഗ്രത കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഏകാഗ്രത ലഭിക്കത്തില്ല. കാരണം പാപം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മുന്നിലിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും അസ്വസ്ഥതയോടെ നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ രണ്ട്, നമുക്ക് നല്ല ദേഷ്യം, എപ്പോഴും നമ്മുടെ ഇമോഷൻ എപ്പോഴും ഇങ്ങനെ ഉയർന്ന് തന്നെ തിളച്ച് തന്നെ നിൽക്കും. കാരണം ആ ഗിൽറ്റ് നമ്മളെ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകാഗ്രത ലഭിക്കുന്നില്ല. നമുക്ക് വചനം വായിക്കാൻ, പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ഏകാഗ്രത ലഭിക്കത്തില്ല. നമ്മളൊരു ഇറിറ്റേറ്റബിളായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നവരായി മാറും. മാത്രവുമല്ല, ഈ പാപം മുന്നിൽ കിടക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന മറ്റൊരു പ്രത്യേകത, അവനിൽ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നൊരു കാര്യം, ആത്മീയ വിഷയത്തിലുള്ള താല്പര്യക്കുറവ് ഉണ്ടാവും. കാരണം പാപം മുന്നിൽ തെളിയുന്നുണ്ട്. പാപം മുന്നിൽ തെളിയുന്നത് കൊണ്ട് ആത്മീയ വിഷയത്തിലൊരു പിന്മാറ്റം, ആത്മീയ വിഷയത്തിലുള്ള താല്പര്യക്കുറവ്, ലാക്ക് ഓഫ് സ്പിരിച്വാലിറ്റി, ലാക്ക് ഓഫ് സ്പിരിച്വൽ തിങ്സ്, ഇതെല്ലാം ഉളവാകുന്ന ഒരു കാര്യമാണ്. ഇഫ് ദ സിൻ സാച്ചുറേറ്റ്സ് ഇൻ അവർ മൈൻഡ്സ്, നമ്മുടെ ഉള്ളിൽ പാപം ഇങ്ങനെ തിങ്ങി അതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തെളിവായി എപ്പോഴും വരുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടും, എൻ്റെ വചനധ്യാനം നഷ്ടപ്പെടും, എൻ്റെ കൂട്ടുവിശ്വാസിയോടുള്ള ബന്ധം നഷ്ടപ്പെടും, എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അസ്വസ്ഥതപ്പെടും. ഞാൻ എവിടെ പോയാലും അസ്വസ്ഥമായിരിക്കും, ജോലി ചെയ്താലും അസ്വസ്ഥത എന്നെ വേട്ടയാടും, എവിടെ ചെന്നാലും എൻ്റെ ഉള്ളിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ അതിങ്ങനെ തെളിവായി നിൽക്കുന്നു. ദാവീദിന് ഭരിക്കാൻ പറ്റുന്നില്ല. ദാവീദിന് ഹല്ലേലൂയ താൻ സ്വസ്ഥമായിട്ട് തനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ദാവീദിന് തൻ്റെതായ അനുഭവത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ആ പാപം എപ്പോഴും തൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്.
പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപം നമ്മുടെ ഹൃദയത്തിൽ സാച്ചുറേറ്റ് ചെയ്യാനായി, ഹല്ലേലൂയ, അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കിടക്കാനായി അനുവദിക്കരുത്. അതാണ് രണ്ടാമത്തെ കോൺസിക്വൻസ്. മൂന്നാമത്തത് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്ത് നിനക്ക് അനിഷ്ടമുള്ളത് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. അവിടെ ഒരു വാക്ക്, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ കോൺസിക്വൻസ്, സിൻ സ്റ്റിങ്സ് ദി കോൺസൈൻസ്. നമ്മുടെ പ്രൈസ് ദി ലോർഡ് മനസാക്ഷിയെ എന്ത് ചെയ്യുന്നു, അത് ആദി പിടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കിക്കേ, ദാവീദ് ദൈവസന്നിധിയിൽ നാഥാൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ പറയുകയാണ്, എനിക്ക് മനസ്സിലായി ഞാൻ നിനക്കിഷ്ടമില്ലാത്തതാണ് ചെയ്തത്. ഐ മെയ്ഡ് എ ഡിസ്പ്ലഷർ, ഐ ഡിസ്പ്ലീസ്ഡ് മൈ ഗോഡ്. എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തു എന്ന് ദൈവസന്നിധിയിൽ ദാവീദിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ ഒരു അടിമയും ഒരു മകനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. ഒരു അടിമ തൻ്റെ യജമാനനെ എന്തിനാലാണ് ഭയപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. ഒരു അടിമയ്ക്ക് തൻ്റെ യജമാനിൽ നിന്ന് ഭയമുണ്ടാകുന്നത് യജമാനിൻ്റെ ചാട്ടവാറ് കൊണ്ടുള്ള അടിയാണ് ഒരു അടിമ എന്ത് ചെയ്യുന്നത്, പേടിക്കുന്നത്. എനിക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും, യജമാനൻ വന്ന് തൻ്റെ ചാട്ടവാറ് കൊണ്ട് എന്നെ അടിക്കും. അപ്പോൾ ഒരു അടിമ തൻ്റെ യജമാനനെ എന്താണ് ഭയപ്പെടുന്നത്? എ സ്ലേവ് വുഡ് ബി ഫിയർഫുൾ ഓൺ ദ വിപ്പ്, അല്ലെങ്കിൽ തൻ്റെ യജമാനൻ തന്നെ അടിക്കുമെന്നുള്ളതാണ്. താൻ ജോലി ചെയ്ത് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ തന്നെ അടിക്കുമെന്നാണ് ഒരു ഹല്ലേലൂയ ഒരു അടിമ തൻ്റെ യജമാനനെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ ഒരു മകൻ തൻ്റെ അപ്പനെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? എന്നെ വന്ന് തല്ലുമെന്നതിനെ തല്ലുമായിരിക്കാം, എന്നാൽ തല്ലുന്നതിനെക്കാട്ടിൽ അപ്പുറത്ത് എന്താ, എൻ്റെ അപ്പന് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് അപ്പൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് തൻ്റെ ഭയം. അപ്പോൾ നോക്കിക്കോണം, ഒരു അടിമയ്ക്കുള്ള ഭയം തൻ്റെ യജമാനൻ്റെ ചാട്ടവാറാണ് തനിക്ക് ഭയമെങ്കിൽ, ഒരു മകൻ്റെ ഹല്ലേലൂയ ഭയം എന്താണ്? എൻ്റെ അപ്പന് ഇഷ്ടപ്പെടുമോ ഇല്ലയോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലുള്ളതാണ് ഒരു മകൻ്റെ ഭയം. ഒരു മകൻ എപ്പോഴും എൻ്റെ അപ്പൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണുന്നതാണ് തന്നെ ഭയപ്പെടുന്നതെങ്കിൽ, അരുമനാഥനായ നമ്മുടെ കർത്താവായ നമ്മുടെ ദൈവമായിരിക്കുന്ന പിതാവ് എന്നെയും നിന്നെയും നോക്കിയിട്ട്, എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, എനിക്കും ദൈവത്തോടൊരു ദൈവത്തിന് മുമ്പാകെ ഞാൻ അനിഷ്ടമായത് ചെയ്തെങ്കിൽ അതെന്നെ വാസ്തവമായി ഭയപ്പെടുത്തുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് അടി കിട്ടും എന്നതിനെക്കാട്ടിലുപരിയായി ഒരു വിശ്വാസി എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ദൈവത്തിൽ നോക്കുന്നത് എൻ്റെ പിതാവിന് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പിതാവിന് ഇഷ്ടമായില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അതൊന്നും ശാശ്വതമാകുകയില്ല. അപ്പോൾ ദാവീദ് ദൈവത്തിൽ ഭയപ്പെട്ടത് എൻ്റെ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ദൈവത്തിന് ഇഷ്ടമായില്ല ഞാൻ ഈ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിനെ ഹല്ലേലൂയ സംതൃപ്തിപ്പെടുത്താൻ കഴിയാത്തതായ, ദൈവത്തെ ഹല്ലേലൂയ പ്രസാദിപ്പിക്കാൻ കഴിയാത്തതായ, ദൈവത്തിന് നമ്മെ നോക്കിയിട്ട് പ്രസാദമുണ്ടാക്കാത്തതായ ഏത് സംഗതിയും ഏത് അവസ്ഥകളും അത് പാപത്തിൻ്റെ പരിണത ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നതാണ് ഞാനും നിങ്ങളും ചെയ്യുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പ്രവൃത്തിയെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദാറ്റ് ഈസ് അനദർ കോൺസിക്വൻസ് ഓഫ് ദ സിൻ. പാപത്തിൻ്റെ മറ്റൊരു പരിണിത ഫലമാണ് എനിക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തു എന്നുള്ളത്. സിൻ സ്റ്റിങ്സ് ദി കോൺസൈൻസ് ഓഫ് എ പേഴ്സൺ. അടുത്തത് 4-ാമത്തത്, അതിൻ്റെ 8ഉം 12ഉം വായിക്കാം. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. 12, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. 1 പറഞ്ഞത് സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. 2 12-ാമത്തെ വാക്യത്തിൽ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. 2 സംഗതിയും ദാവീദിന് പോയി. ഏതാ? തിരികെ തരാനല്ലേ പറഞ്ഞത്. 1 ആദ്യം പറയുന്നത് എന്നെ കേൾക്കുമാറാക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ നാളായിട്ട് ഒരു സന്തോഷവും ഇല്ലെന്ന്. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എനിക്ക് പണ്ട് സന്തോഷം ഉണ്ടായിരുന്നു, എന്നാൽ ആ സന്തോഷം എല്ലാം എന്ത് ചെയ്തു?
പോയി. പ്രൈസ് ദ ലോർഡ്. എങ്ങനെ ആ സന്തോഷം പോയത്? പ്രൈസ് ദ ലോർഡ്. പാപമാണ് ആ സന്തോഷം എടുത്ത് കളഞ്ഞത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നാലാമത്തെ കോൺസിക്വൻസ്, ദ സിൻ സാഡൻസ് ദി ഹാർട്ട്. എൻ്റെ സന്തോഷം എടുത്തു കളയും. ഹല്ലേലൂയ. നമ്മളെ നോക്കുമ്പോൾ, നമ്മളെ തന്നെ നാം വിലയിരുത്തുമ്പോൾ, നാളുകളായി നമുക്കൊന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നാളുകളായി നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും നിലയിൽ നമ്മുടെ സന്തോഷം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസിക്വൻസ് ഓഫ് എ സിൻ. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന പാപത്തിൻ്റെ അനുഭവങ്ങളായിരിക്കാം എൻ്റെ സന്തോഷം എടുത്തു കളയുന്നത്. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും നിലയിൽ എൻ്റെ സന്തോഷവും എൻ്റെ ആനന്ദവും എനിക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഓർത്തുകൊള്ളുക. ദാവീദിന്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പറയട്ടെ, അത് അവൻ്റെ പാപമാണ് അവൻ്റെ സന്തോഷവും അവൻ്റെ ആനന്ദവും എടുത്തു കളഞ്ഞത്. If we feel saddened in our heart, that is another consequence of sin. Praise the Lord. പാപത്തിൻ്റെ മറ്റൊരു കോൺസിക്വൻസ് ആണ് ഞാൻ ദുഃഖിച്ചിരിക്കേണ്ടി വരുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ഞാൻ എന്നോട് തന്നെ ആത്മാവിൽ സംസാരിക്കുകയാണ്. എനിക്ക് ദുഃഖമുണ്ടാകുന്നുണ്ടെങ്കിൽ, എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എനിക്ക് ആനന്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, എവിടെയോ പാപത്തിൻ്റെ ഒരു അനുഭവം എന്നിൽ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് സന്തോഷിക്കാൻ, എനിക്ക് ആനന്ദിക്കാൻ. അതുകൊണ്ട് ദാവീദ് പറയാൻ, ഐ നീഡ് ബാക്ക് ദാറ്റ് ജോയ്. എനിക്ക് ആ സന്തോഷം തിരികെ തരണം. I need back that happiness. Restore to me the joy of your salvation. എൻ്റെ ജീവിതത്തിൽ ആ രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ. ദാവീദ് ദൈവസന്നിധിയിൽ വിളിച്ച് പറയുകയാണ്, കർത്താവേ, ദൈവമേ, എനിക്ക് ആ സന്തോഷം തിരികെ വേണം. എനിക്ക് ബത്ശേബയുമായി ബന്ധപ്പെട്ടുണ്ടായ പാപത്തിൽ നിന്ന് എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. എനിക്ക് ആ സന്തോഷം തിരികെ തരണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാപത്തിൻ്റെ മറ്റൊരു കോൺസിക്വൻസ് ആണ്, പാപം എൻ്റെ സന്തോഷത്തെ എടുത്തു കളയുന്നു. ഇറ്റ് സിൻ സാഡൻസ് ദി ഹാർട്ട്. ഹല്ലേലൂയ. അപ്പോൾ സന്തോഷം ഈസ് ജോയ് എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. ജോയ് ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് അവർ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. ദൈവത്തോടുള്ള എൻ്റെ നല്ല ബന്ധത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. അതിനകത്തുനിന്ന് ഉത്ഭവിക്കുന്നതാണ് സന്തോഷം. എനിക്കും നിങ്ങൾക്കും സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആനന്ദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, വി ആർ നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. ദൈവവുമായുള്ള ബന്ധത്തിലുള്ള അതിൻ്റെ ഉത്ഭവമായി, അതിൻ്റെ പരിണിത ഫലമായിരിക്കുന്ന സന്തോഷം എനിക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, സംവെയർ ദാറ്റ് സിൻ ഈസ് ബീൻ സാച്ചുറേറ്റഡ് ഇൻ മൈ മൈൻഡ്. എൻ്റെ ജീവിതത്തിൽ എവിടെയോ പാപം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പാപം പ്രൈസിൽ എന്ത് ചെയ്തു? തൻ്റെ സന്തോഷം എടുത്തു കളഞ്ഞു. അടുത്തത് അഞ്ചാമത്തത്, 8ാമത്തെ വാക്യം തന്നെ വായിക്കുമ്പോൾ അതിൻ്റെ 2ാമത്തെ ഭാഗം, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവൻ്റെ അസ്ഥിയെ ഒടിച്ചു. ദ സിൻ സിക്കൻസ് ദി ബോഡി. നമ്മളെ എന്ത് ചെയ്യും? രോഗിയാക്കും. പ്രൈസ് ദി ലോർഡ്. രോഗത്തെക്കുറിച്ച് പല അനുഭവങ്ങളുണ്ട്. ഒന്ന്, നാച്ചുറലി നമ്മൾ രോഗിയാകുന്നതുണ്ട്. എന്നാൽ വേദപുസ്തകം നമ്മളോട് പറയുന്നുണ്ട്, നാം എന്ത് ചെയ്യുന്നുണ്ട്? പാപനിമിത്തമായിട്ടും രോഗികളായി മാറും. വായിക്കാം 1 കൊരിന്ത്യർ ലേഖനം 11:30 കർത്തൃമേശ ശുശ്രൂഷയുടെ ബന്ധത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമാണ്. എങ്കിലും ഞാൻ ഇത് ഹേതുവായി ഏത് പാപത്തിന്റെ അനുഭവങ്ങൾ ഹേതുവായിട്ട് നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അപ്പോൾ നോക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്. പാപം എന്തിനെ ഉളവാക്കുന്നുണ്ട്? രോഗത്തെ ഉളവാക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നോർമലി നമ്മുടെ ജീവിതത്തിലൊക്കെ രോഗത്തിൻ്റെ അവസ്ഥകളുണ്ട്. ചില രോഗങ്ങൾ അത് ശോധനയായിട്ട് ദൈവം നമുക്ക് നൽകുന്നതായിരിക്കാം. ചില ബന്ധനങ്ങളായി, ചില ശോധനയായിട്ട്, ചില ടെസ്റ്റിംഗ് പീരീഡ് ദൈവം നമ്മെ ആക്കുന്നതായിരിക്കാം. എന്നാൽ ചില രോഗങ്ങൾ നമുക്ക് പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് നമ്മളിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, നീ ഒടിച്ച അസ്ഥികൾ, ഡ്യൂ ടു ഹല്ലേലൂയ പാപം നിമിത്തമായി, ഹല്ലേലൂയ ലെറ്റ് ദ ബോൺസ് വിച്ച് യു ഹാവ് ബ്രോക്കൺ റിജോയ്സ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ പാപം ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൾ ഹല്ലേലൂയ ഒടിഞ്ഞു പോയി. അതായത് ഞാൻ രോഗിയായി, ഞാൻ ബലഹീനപ്പെട്ടു. ആ ബലഹീനപ്പെട്ട രോഗത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ദാവീദ് വിളിച്ചു പറയുകയാണ്.
അപ്പോൾ പാപമുണ്ടായാൽ എന്തും കൂടെ വരുന്നുണ്ട്, രോഗവും ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് ദാവീദിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അടുത്തത് 6-ാമത്തത് അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. 6-ാമത്തെ കാര്യം, സിൻ സോഴ്സ് ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. പാപം നമ്മുടെ ആത്മാവിനെ മലിനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അത് അവിടെ പറയുന്ന, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ, പ്രൈസ്, ക്രിയേറ്റ് മീ എ ക്ലീൻ ഹാർട്ട് ഓ ഗോഡ് ആൻഡ് റിന്യൂ എ സ്റ്റെഡ്ഫാസ്റ്റ് സ്പിരിറ്റ് വിതിൻ മീ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ഹല്ലേലൂയ ആത്മാവിനെ മലിനപ്പെടുത്തുവാൻ വി end up in a wrong spirit. അവിടെ നോക്കിക്കേ, റിസ്റ്റോർ ടു മീ, അല്ലെങ്കിൽ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ആൻഡ് റിന്യൂ എ സ്റ്റെഡ്ഫാസ്റ്റ് സ്പിരിറ്റ് ഇൻ വിത്ത് മീ. എന്നിൽ സ്ഥിരമായൊരു ആത്മാവിനെ പകരണമേ. ഈ ആത്മാവിന് ക്ഷീണമുണ്ടായാൽ, ആത്മാവിന് മലിനതകൾ വന്നാൽ, നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ ആലോചിക്കുന്നതെല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കിക്കേ, നാഥാൻ പ്രവാചകൻ ഒരിക്കൽ ദാവീദിനോട് ഒരു ഉപമയായിട്ടൊരു കാര്യം, 2 വ്യക്തികളുടെ ഉപമ പറഞ്ഞു. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അവിടെ ഒരു ധനികനായ ഒരു വ്യക്തി തൻ്റെ പക്കലുള്ള ആടുമാടുകളെക്കുറിച്ചും ദരിദ്രനായ വ്യക്തിയുടെ ആടുമാടുകളെക്കുറിച്ചും കേട്ടപ്പോൾ, ഈ ധനികനായ വ്യക്തി തനിക്കൊരു യാഗമർപ്പിക്കാൻ വേണ്ടി ദരിദ്രനായ വ്യക്തിയുടെ ആടുമാടുകളിൽ നിന്ന് മോഷ്ടിച്ചപ്പോൾ, ഇത് കേട്ടപ്പോൾ ദാവീദ് പറഞ്ഞു, ആ ധനികനായ വ്യക്തിക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ആ ധനികനായ വ്യക്തി നീ തന്നെയാണ്. തനിക്ക് പോലും അറിയുന്നില്ല, തൻ്റെ ഉള്ളിൽ ഒരു ദുരാത്മാവ് പരിവർത്തിക്കുന്നുണ്ട്, ഒരു ശരിയല്ലാത്ത ആത്മാവ് തന്നിൽ വ്യാപരിക്കുന്നുണ്ട്, ഒരു നല്ല അല്ലാത്ത ആത്മാവ് തന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് താൻ അറിഞ്ഞില്ല. നാഥാൻ പ്രവാചകൻ പറയുന്നു, അല്ല, നീ തന്നെയാണ് ആ വ്യക്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മെ നോക്കിയിട്ടും കർത്താവ് നമ്മളോട് ഉപദേശിക്കുന്നതും, പ്രൈസ് ദി ലോർഡ്, ഇഫ് യു ആർ ക്യാരിങ് വിത്ത് എ റോങ് സ്പിരിറ്റ്, ഒരു തെറ്റായ ആത്മാവിനെയാണ് നമ്മുടെ ഉള്ളിൽ വഹിക്കുന്നതെങ്കിൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, സ്ഥിരമായ ഒരു ആത്മാവിനെ, സ്റ്റെഡ്ഫാസ്റ്റ് സ്പിരിറ്റിനെ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ സൃഷ്ടിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. ഒരു നിമിഷം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാനായിട്ട് കഴിയണം. എൻ്റെ ജീവിതത്തിൽ ആർ വി ക്യാരിങ് എ ഹല്ലേലൂയ സോഴ്സ് സ്പിരിറ്റ്, സിൻ സോഴ്സ് സ്പിരിറ്റ്, നമ്മുടെ ഹല്ലേലൂയ ഉള്ളിലെ ആത്മാവിനെ മലിനപ്പെടുത്തുന്നു. അപ്പോൾ ദൈവസ്ഥ നമുക്ക് ആവശ്യമായിട്ട് സ്ഥിരമായൊരു ആത്മാവിനെ. അവസാനമായിട്ടൊരു കോൺസിക്വൻസ് കൂടെ പറയാം. അതിൻ്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിച്ചാട്ടെ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്കലേക്ക് മനം തിരിയും. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. അടുത്തത്, കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്തപ്പോൾ വാ അടഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്തപ്പോൾ അവൻ്റെ വായിൽ എന്ത് വരുന്നില്ല? സ്തുതികൾ വരുന്നില്ല. കിന്നരം കൊണ്ട് പാടി ആരാധിച്ചവനാണ് ദാവീദ്. വനാന്തരങ്ങളിൽ പോയി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ പറഞ്ഞവനാണ് ദാവീദ്. അനവധി സങ്കീർത്തനങ്ങൾ ഹല്ലേലൂയ എഴുതിയ ചമച്ചതാണ് ദാവീദ്. എന്നാൽ പാപം ചെയ്തപ്പോൾ ഓഫായി പോയി, അവൻ്റെ വായ അടഞ്ഞുപോയി. അവൻ ദൈവത്തോട് പറയുകയാണ്, എൻ്റെ നാവ് എന്ത് ചെയ്യുന്നു? നിൻ്റെ നീതിയെ ഘോഷിക്കും. എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ അധരങ്ങൾ അടഞ്ഞുപോയി, എൻ്റെ അധരങ്ങളിൽ സ്തുതി സ്തോത്രങ്ങൾ വരുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് രാത്രികാലവും എൻ്റെയും നിങ്ങളുടെയും അധരങ്ങൾ ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഫ് അവർ ലിപ്സ് ആർ ലോക്ക്ഡ്, സിൻ സീൽസ് ദ ലിപ്സ്. ഹല്ലേലൂയ. പാപം എൻ്റെ അധരത്തെ അടക്കിക്കളയും. സ്തുതി സ്തോത്രങ്ങൾ പറയാൻ കഴിയാതെ, സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിന് നൽകാൻ കഴിയാതെ എൻ്റെ അധരങ്ങൾ അടങ്ങിപ്പോകും. ഹല്ലേലൂയ. ആരുടെയെങ്കിലും അധരങ്ങൾ ഇന്ന് ചലിക്കുന്നില്ലെങ്കിൽ, ആരുടെയെങ്കിലും
അധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ അധരങ്ങൾ അടഞ്ഞു പോയെങ്കിൽ, നമ്മുടെ നാവ് അടഞ്ഞു പോയെങ്കിൽ, there may be a chance that sin has sealed our lips. നമ്മുടെ അധരങ്ങളെ പാപം നിമിത്തമായി അത് അടച്ചു കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം വിളിച്ചു പറയാം. നമ്മുടെ അധരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ, ദൈവത്തിന് മഹത്വങ്ങൾ അർപ്പിക്കാൻ, അല്ല ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ, അവന് സ്തോത്രം അർപ്പിക്കാൻ നമ്മുടെ അധരങ്ങളെ തുറക്കാൻ ഇടയാകട്ടെ. അല്ലെങ്കിൽ ഈ പാപം എൻ്റെ അധരത്തെ അടച്ചു കളയുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി നമ്മളോട് ഇടപെടുകയാണ്. എന്റെയും നിങ്ങളുടെയും അധരങ്ങളെ പൂട്ടിക്കളയാൻ, എന്റെയും നിങ്ങളുടെ അധരങ്ങളെ ചലിപ്പിക്കാൻ കഴിയാതെ പാപം നിമിത്തമായി നമ്മുടെ അധരങ്ങൾ അടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പാപത്തിന്റെ പരിണത ഫലമായി എന്റെയും നിങ്ങളുടെ അധരങ്ങൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ, that is sin has locked our lips. Praise the Lord. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് പാടി ആരാധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവത്തിന് നിങ്ങളുടെ അധരം തുറന്ന് ഒരു സ്തോത്രം ഹല്ലേലൂയ പറയാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ എഴുന്നേറ്റ് ഒരു വാക്ക് നിങ്ങളെക്കുറിച്ച് സാക്ഷീകരിക്കാനായി നിങ്ങളുടെ അധരം തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം the sin has locked your lips. പാപം നമ്മുടെ അധരത്തെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിന് സംഭവിച്ചതാണ്. ദാവീദ് നാഥാൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ, അതൊന്നും നീ പോയി നിന്റെ പണി നോക്കുന്നല്ല ദാവീദ് പറഞ്ഞത്. യെസ്, ദാവീദ് അവിടെ നെടുമ്പാട് വീണു. ദാവീദ് പറഞ്ഞ ചമച്ച സങ്കീർത്തനമാണ്, എന്നെ കഴുകി, ഹല്ലേലൂയ, എന്നെ ശുദ്ധീകരിക്കണമേ, എനിക്ക് ദൈവത്തിന് മുമ്പിൽ അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു, എൻ്റെ പാപം എൻ്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ സന്തോഷവും ആനന്ദവും എനിക്ക് തിരികെ തരണമേ, എൻ്റെ അസ്ഥികൾ വീണ്ടും ഘോഷിച്ചുല്ലസിക്കട്ടെ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ തരണമേ, ഹല്ലേലൂയ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. Praise the Lord. Hallelujah. The consequence of the sin. ഒന്നുകൂടെ പറയാം. Hallelujah. The sin soils the saints. ഒരു പാപം ഒരു വ്യക്തിയെ ഹല്ലേലൂയ അശുദ്ധമാക്കുന്നു. Sin saturates the mind. പാപം എൻ്റെ ഉള്ളിൽ ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കുന്നു. Sin stings the conscience. എൻ്റെ ഹല്ലേലൂയ എൻ്റെ മനസ്സുകൾ, എൻ്റെ മനസ്സാക്ഷിയെ ആദി പിടിപ്പിക്കുന്നു. And sin saddens the heart. എൻ്റെ പാപം എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം എടുത്തു കളയുന്നു. Sin sickens the body. ഹല്ലേലൂയ, എനിക്ക് രോഗം വരുത്തുന്നു പാപം. ഹല്ലേലൂയ. Sin sours the spirit. എൻ്റെ ആത്മാവിനെ മലിനപ്പെടുത്തുന്നു. അവസാനമായി പാപം എൻ്റെ അധരത്തെ പൂട്ടിക്കളയുന്നു. Praise the Lord. എന്നാൽ വളരെ എളുപ്പമാണ്. അവസാനത്തെ ഒരു ചിന്തയോടെ പറഞ്ഞ് നിർത്താം. The comeback from the sin for the believer. ഒരു വിശ്വാസിക്ക് എങ്ങനെ മടങ്ങി വരാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. അതാണ് ക്രിസ്ത്യൻ ലൈഫിൻ്റെ മാധുര്യം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആ ഒരു ഈസിനെസ് എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ഒന്ന്, ഹാവ് ദ കോൺഫിഡൻസ് ദാറ്റ് ദ ഗോഡ് ഈസ് സ്റ്റിൽ ലവിങ് യു എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. എത്രയൊക്കെ പാപം ചെയ്ത് ഹാലിൽ കുമിഞ്ഞ് കുഴിക്കകത്ത് വീണാലും, പ്രൈസ് ദ ലോർഡ്, ദ ഗോഡ് ഈസ് സ്റ്റിൽ ദെയർ ടു ലിഫ്റ്റ് യു. ദൈവം നമ്മെ ഉയർത്താൻ, പാപം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളെ ഉപേക്ഷിക്കുന്നവനല്ല, അവൻ ഇന്നും എന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ദാവീദിനെ സ്നേഹിച്ചത് കൊണ്ട്, ദാവീദിന് ഈ സ്നേഹം തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് there was a coming back. ഇസ്രായേൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ രാജാവായി, ഇസ്രായേൽ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിയായി, ദൈവപുത്രൻ എന്ന് പോലും പേര് പറയപ്പെട്ട ദാവീദ്, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ടൈറ്റിലുള്ളവൻ ദാവീദ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ദാവീദ്, ഇസ്രായേൽ കണ്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായി, ഹല്ലേലൂയ, യേശുവിൻ്റെ പാരമ്പര്യത്തിൽ വന്ന ദാവീദ്. ഈ ദാവീദിന് ഒറ്റ കാര്യമേ തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ: എൻ്റെ പാപത്തിൻ്റെ അവസ്ഥയിലും എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ പാപത്തിൻ്റെ അവസരത്തിലും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഗോഡ് ഈസ് ദെയർ ടു സ്റ്റിൽ ലവ് മീ. ഹാവ് കോൺഫിഡൻസ് ഇൻ ദാറ്റ് ലോർഡ്. എൻ്റെ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ഏതെങ്കിലും നിലയിൽ നിങ്ങൾ നമ്മുടെ ഹൃദയം ഇന്ന് വേദനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും നിലകളിൽ ഇത് കേട്ടപ്പോൾ, ഈ സന്ദേശം കേട്ടപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൊരു കുത്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവ് പ്രവർത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ എവിടെയെങ്കിലും ഒരു വേദനിക്കുന്ന ഒരു കുത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവ് നമ്മുടെ ഹൃദയമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം ഗീവ് എ കോൺഫിഡൻസ് വിത്ത് ദ ലോർഡ്. ദൈവമായിട്ടൊരു നല്ല കോൺഫിഡൻസിലിരിക്കുക. ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം വെറും സിമ്പിൾ. കൺഫസ് യുവർ സിൻ.
നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക. ഹല്ലേലൂയ. സങ്കീർത്തനം 32 പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ആർക്കും ഡിലീറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ലോകത്തിൽ ആർക്കും ഒരു സംഗതി ഡിലീറ്റ് ചെയ്യാൻ കഴിയത്തില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ട്രാഷിലോട്ടൊരു സാധനം ഡിലീറ്റ് ചെയ്താലും ആര് പറഞ്ഞത് പോയെന്ന് പോയില്ല. വി ക്യാൻ റിസ്റ്റോർ ഇറ്റ് ഫ്രം ദ ട്രാഷ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ റീസൈക്കിൾ ബിന്നിൽ നിന്ന് അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതല്ല, ഇനി എന്നേക്കുമായി പോയെന്ന് പറഞ്ഞാൽ ഫോറൻസിക് സയൻസിന് അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. ഏത് സംഗതിയും ഡിലീറ്റ് ആയെന്ന് പറഞ്ഞാലും അത് തിരികെ വരും. എന്നാൽ ദൈവത്തിന് മുമ്പാകെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം അത് പിന്നെ കണക്കിടുന്നില്ല, ദൈവം അത് നോക്കുന്നില്ല. ഹി ഈസ് ടോട്ടലി ആബ്സെന്റ് ഫോർ ദാറ്റ്. അതിനകത്ത് അവൻ പൂർണ്ണമായി അത് മറച്ചിരിക്കുകയാണ്. ഒറ്റ കാര്യം, കൺഫസ് യുവർ സിൻ ടു ദ ഗോഡ്. ദൈവം മുമ്പാകെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക. അവസാനമായി, allow God to cleanse you. നമ്മെ ശുദ്ധീകരിക്കാനായി ദൈവത്തോട് ഹല്ലേലൂയ പറയുക. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിന്നോട് ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായതുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടതിന് തന്നെ. അവിടെ ഒരു വാക്യം കൂടി 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തോട് നമുക്ക് പറയാനുള്ളത്, കർത്താവേ, ക്ലീൻ മീ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് ശുദ്ധിയായി എന്നെ ഒന്ന് വഴി നടത്തണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ വർഷങ്ങളായിട്ട് നാം വിശ്വാസികളായി ജീവിക്കുന്നവരാകാം. എന്നാൽ നാമും നമ്മൾ അറിയാതെ എന്നിൽ പാപത്തിൻ്റെ ആദേശങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട്. ഈ പ്രസംഗിക്കുന്ന എൻ്റെ ജീവിതത്തിലും പാപത്തിൻ്റെ ആദേശങ്ങൾ കടന്നിട്ടുണ്ടാകാം. കാരണം അതെൻ്റെ ചിന്തകളെ നിയന്ത്രിക്കും, അതെൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കും, അതെൻ്റെ എൻ്റെതായ സംസാരങ്ങളെ നിയന്ത്രിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും we are vulnerable to do commit sin. നമ്മളെല്ലാവരും പാപം ചെയ്യാൻ കഴിയുന്നവരാണ്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, we have the ability to do sin. നമുക്ക് പാപം ചെയ്യാനുള്ള ശേഷിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി, ഈ കർത്താവിൻ്റെ മേശമേലുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുവാനായി എത്ര പേർക്ക് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? എനിക്കറിയാം ഇത് നിങ്ങളെ ഇളക്കുന്ന ഒരു സന്ദേശമല്ല ഞാൻ പറഞ്ഞതെന്ന്. എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി സ്തുതിസ്തോത്രങ്ങൾ പറയത്തക്ക നിലയിലുള്ള ഒരു സന്ദേശമല്ല കൈമാറിയെന്നറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ ഏറ്റെടുക്കാൻ കഴിയുന്നവർക്ക് ദൈവം വിടുതലുകളെ ഒരുക്കി തരും. ഏറ്റെടുക്കാൻ കഴിയുന്നവർക്ക് ദൈവം തങ്ങളുടെ പാപങ്ങളെ ശുദ്ധീകരിക്കാനായിട്ട് കഴിയും. എവിടെയെങ്കിലും പാപത്തിൻ്റെ വീഴ്ചകൾ എന്നിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ, എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. പാപത്തിൻ്റെ അനുഭവങ്ങൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഉയർന്നതാണെങ്കിലും, കർത്താവേ, കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന ആ പിതാവിൻ്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ എനിക്ക് തന്നതായ ആ പിതാവിൻ്റെ സ്നേഹം, ക്രൂശിതനായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം, എന്നെ വീണ്ടും ആ പാപത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കാനായിട്ട് എന്നെ സഹായിക്കുന്നവേ. ആ ക്രൂശിതനായ യേശുവിൻ്റെ മുഖത്തേക്ക് നമുക്കൊന്നുകൂടെ നോക്കാം. എൻ്റെ പാപത്തിൻ്റെ കറകളെ മായ്ക്കാൻ, എൻ്റെ പാപത്തിൻ്റെ അവസ്ഥകളെ നീക്കിക്കളയാൻ, എന്നെ ശുദ്ധീകരിക്കാനായി. ഞാനും നിങ്ങളും ചെയ്ത പാപത്തിൻ്റെ ഘോരമായ കണക്കുകൾ ഒരുപക്ഷെ നമുക്ക് നിരത്താനായിട്ട് കാണും. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ അരുമനാഥനായ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ തന്നെ യാഗമാക്കിയല്ലോ. ആ ക്രൂശിനെ നോക്കുവാനായിട്ട് എത്ര പേർക്ക് കഴിയും? നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ആ പാപത്തെ വിട്ടിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. പാപത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ഹൃദയംഗമായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നു.